ഒരു പെൺകുട്ടി മാത്രം വരുമ്പോഴത്തേക്ക് അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം ഞാൻ കണ്ടു. ലോകത്തുള്ള സർവ്വ ആമ്പിള്ളേരെ വഴിയെറ്റിക്കുന്ന കൂട്ടുകാരന്റെ ഡയലോഗില്ലേ, അവക്ക് നിന്നോട് എന്തോ ഉണ്ട്. ഇവൻ ജാടത്തണ്ടി ഇങ്ങനെ ഞാൻ ജനിച്ച കാലം മുതലേ ടിവിയിൽ ഇനി ഈ പുള്ളിയുടെ കൂടെ നിൽക്കുമ്പോ എന്റെ പ്രായം കൂടി പോകുന്നുള്ളതാണ്. ഞാൻ മാത്തുവിന്റെ കൂടെ കൂടിയതിന് ശേഷമാണ് അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയത്. സേവിങ്സ് ശീലിച്ചു. സേവിങ്സ് ശീലിച്ചല്ല, സേവിങ്സിന് അതെന്തെങ്കിലും വരണം. ആരെങ്കിലും 4 ഹോൺ ബാക്കിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ഞാൻ അങ്ങോട്ട് മാറിക്കൊടുക്കും. ഇവൻ പിന്നെ അവിടെ നിന്ന് തിത്തി താഹ കളിക്കും. അപ്പൊ നമ്മൾ ഈ പുട്ട് പൊടിച്ചിട്ട് കറക്റ്റ് മുരു മറ്റേ അതിന്റെ അകത്തേക്ക് ഞെക്കി 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 അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് അത് ബാക്കി പറയാൻ പറ്റില്ല. ഒരു അർത്ഥത്തിൽ ഇനോഗ്രേഷൻ ഏക്കുന്നത് കഴിക്കാൻ വേണ്ടിട്ടാണോ? അല്ല, അങ്ങനെയല്ല. അല്ല, അങ്ങനെയുണ്ട്. ഞാൻ ഏജ് ചോദിക്കണല്ലോ, പക്ഷെ നിങ്ങൾ തമ്മിൽ എന്ത് ഡിഫറൻസ് ഉണ്ട്? ഈ 3 ജില്ലയില്ലെങ്കിൽ നമ്മൾ പട്ടിണി എടുത്തു. സോ നമസ്കാരം. നമുക്ക് ഇന്ന് 2 കിടിലൻ അതിഥികൾ, ഒന്ന് മാത്തു, മറ്റൊന്ന് കല്ലു. കല്ലു, മാത്തു, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ശരിക്കും ഇപ്പൊ നമ്മൾ ഈ കന്നാസ് കടലാസ്, വിക്രമ മുത്തു, ഇങ്ങനെയുള്ള ചില പേരുകളുടെ ഒരു കോമ്പിനേഷൻ. മിനിമം നിനക്ക് ദാസനും ഞാൻ മൂന്നാമത് പറഞ്ഞു. അപ്പൊ ഈ കോമ്പിനേഷൻ ഇട്ടത് കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യം എനിക്ക് തോന്നുന്ന ആ ഒരു റിയാലിറ്റി ഷോന്റെ ഭാഗമായിട്ട് ഈ പേര് പറയുമ്പോ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി പിടിക്കാം എന്ന് പറയുമ്പോൾ ആദ്യം തോന്നിയൊരു വികാരം, കല്ലു മാത്തു ഇത് ട്രോളാവോ പൈങ്കിളിയാണോ, എന്തായിരുന്നു ഫസ്റ്റ് വികാരം? ഈ പേര് സജസ്റ്റ് ചെയ്യും നമ്മുടെ അബ്രഹാം സുങ്കത്ത, ഒറിജിനൽ പേര് എപ്പോഴും രാജ് കലേഷ് ദിവാകരൻ, അരുൺ മാത്യു. ഇതൊക്കെ ആരായിട്ടാന്ന് എല്ലാവർക്കും തോന്നും. കാരണം അത് എബിയുടെ ഒരു ഐഡിയ ആയിരുന്നു. ഒരു കുഞ്ഞു നെയിംസ് മാത്തുക്കുട്ടി വിളിക്കണമെങ്കിലും പക്ഷെ അതും എപ്പോഴും അങ്ങനെ പറയാൻ പറ്റൂല. മാത്തു എന്നുള്ളത് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ കലേഷേട്ടൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ എന്നെ കോളേജിൽ പിള്ളേർ വിളിക്കുന്ന കലുമുത്തെ കലു എന്ന് വിളിക്കും, കലേഷിന്റെ കലു. അപ്പൊ മാത്തുവിന്റെ കൂടെ ഒരു ഇരട്ടിപ്പ് വേണമെന്ന് വിചാരിച്ച് കല്ലു എന്ന് രാജ് കലേഷിന്റെ കലേഷിന്റെ കല്ലു. കലു എന്നാണ് കോളേജിൽ പിള്ളേർ വിളിച്ചത്, കലുമുത്തെ എന്നാണ് വിളിച്ചിരുന്നത്. നിങ്ങള് ഇപ്പൊ ഈ ഷോക്ക് അതിന് മുമ്പും മാത്തു ആയാലും കല്ലു ആയാലും മീഡിയയിലുണ്ട്, റേഡിയോയിലുണ്ട്, ടിവിയിലുണ്ട്, ആങ്കറിംഗ് അതൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, ഏകദേശം അങ്ങോട്ടും കൂടെ അറിയാമെന്ന് തോന്നുന്നു. കാണുമ്പോൾ ഫസ്റ്റ് തോന്നുമ്പോ ഒരു സെറ്റ് ആവോ എന്താണ് മനസ്സിൽ തോന്നിയത്? എനിക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞോട്ടെ. അല്ലല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ ഫുഡുമായിട്ട് മറ്റേ ടേസ്റ്റ് ഓഫ് കേരള അങ്ങനെ ഹിറ്റായി കത്തി നിൽക്കുന്ന സമയത്ത് സകല ആർജേസും ഷാഫി ഉൾപ്പെടെ എന്നെ വിളിച്ചിട്ടുണ്ട് ഇന്റർവ്യൂ. ഇവൻ ജാടത്തണ്ടി ആർജെ മാത്തുക്കുട്ടി, റെഡ് കാർപ്പറ്റ് വിത്ത് മാത്തുക്കുട്ടി എന്ന് പറയുന്നവൻ മമ്മൂട്ടി, മോഹൻലാല്, സുരേഷ് ഗോപി, അതിൽ കുറഞ്ഞ ആരെയും വിളിക്കും. കുറഞ്ഞതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതെ. അപ്പോ ഇവൻ ഒരു ജാടക്കാരനായിരുന്നു ഇതുവരെ. ആർജെ മാത്തു, അപ്പൊ ഞാൻ എന്തെങ്കിലും ആർജെ മാത്തുക്കുട്ടി എന്നെ വിളിക്കുമായിരിക്കും എന്ന് പറഞ്ഞൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞവൻ ആർജെ നിർത്തി. അപ്പോഴാണ് എന്റെ പ്രതീക്ഷ പോയത്. ആരെയും വിളിച്ചിട്ടില്ല, റെഡും ഇല്ല, കാർപ്പറ്റും ഇല്ല, ഒന്നുമില്ല, ചവിട്ടി പോലും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ച് ഇവനെ നമ്മളൊന്നും വിളിക്കൂല, ജാടത്തണ്ടി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് മേക്കപ്പ് റൂമിൽ ചെല്ലുമ്പോഴേ അവനെ കാണുന്നു. അപ്പൊ ചിരിച്ചു. അപ്പം മാത്തും വിചാരിച്ച സെയിമാ, ഇയാളെ എനിക്ക് പറയാനൊന്നും ചാൻസ് തരൂലായിരിക്കും, ഒരുപാട് സീനിയർ ആണല്ലോ, എനിക്ക് ചാൻസ്. അങ്ങനെയല്ല, ഇങ്ങനെ ഞാൻ ജനിച്ച കാലം മുതലേ ടിവിയിൽ ഇനി ഈ പുള്ളിയുടെ കൂടെ നിൽക്കുമ്പോ എന്റെ പ്രായം കൂടി പോകുന്നുള്ളതായിരുന്നു. സ്ക്രീനേജ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ഈ പുള്ളിയുടെ ഒക്കെ പരിപാടി ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോ ഈ കോംബോ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരേ ഇതിലായിരിക്കണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചത് പെടുവോ, ഇനിയിപ്പോ എന്റെ സ്ക്രീനേജ് കൂടി പോയാലോ, ഞാനെന്ത് വൈകി വന്ന ആളാണ് എന്ന് പറയുന്ന രീതിയിലായി പോകുന്നുള്ളതായിരുന്നു എന്റെ പേടി. ഒരു അനിയൻ ചേട്ടൻ കളി കളിക്കുമോ. അതിന് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് വെച്ചാൽ മൂപ്പർ നമ്മൾ അങ്ങനെ അമ്മാവനാക്കി. പേര് തട്ടുമ്പോ പിന്നെ വലിയ പ്രശ്നമില്ല, അത് വലിയ പ്രായം തോന്നൂല. എന്നല്ല, ഞാൻ ഈ ഷോ അബ്രഹാം ഈ ഷോ എന്നെ ഏൽപ്പിച്ച് പിന്നെ എന്നെ നിർബന്ധിച്ച് ഇത് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ഞാൻ ട്രേസിയുടെ ഒരു കുക്കിംഗ് ഷോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അത് ഷോയിൽ വളരെ സംതൃപ്തനായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 9 മണിക്ക് എണീറ്റാൽ മതി, 9 മണിക്ക് 10 മണിക്ക് എത്തുമ്പോഴത്തേക്ക് ആൾക്കാർ റെഡിയായി. എനിക്ക് 3 എപ്പിസോഡ് ചെയ്യാം, 5 മണിയാകുമ്പോൾ തീരും, റൂമിൽ പോയി കിടന്നുറങ്ങാം, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകും, എന്തിനും പോവാം. അപ്പൊ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഓക്കെ. അപ്പോൾ എബി പല പരിപാടിയും പൈസ കൂട്ടി തന്നു നോക്കി. ഞാൻ പറഞ്ഞു വേണ്ട. എന്നിട്ട് നമ്മുടെ മിഥുനുണ്ട്, നമ്മുടെ ആർജെ മിഥുൻ. അപ്പൊ മാത്തും മിഥുനും ഭയങ്കര കോംബോ. അവർ രണ്ടുപേരും കൂടെ ഷോ ചെയ്താൽ തകർപ്പനായിരിക്കും. ഈ മിഥുന് കുറച്ച് ഫണ്ണി എലമെന്റ്സ് കയ്യിലുണ്ട്, അവന്റെ കുറെ സാധനങ്ങൾ അനൗൺസ്മെന്റ് രസമായിട്ട് ചെയ്യും. അപ്പൊ ഞാൻ
ഇവരെ തമ്മിൽ ഒട്ടിച്ചിട്ട് ഞാൻ അങ്ങ് സ്കൂട്ടാവാൻ പലതവണ നോക്കി, ഒരു രക്ഷയില്ലായിരുന്നു. അബ്രഹാം ചുങ്കത്ത് അവന് മനസ്സിലായി ഇതിനകത്തൊരു മിത്തു മാത്തു അത് നടക്കൂലായിരുന്നു. ഇതന്നെ നല്ലത്. ഇതിന്റെ ആദ്യത്തെ ഒരു 5 എപ്പിസോഡൊക്കെ കണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. നമ്മള് മറ്റേ ഭയങ്കര അലർച്ചയും ബഹളമൊക്കെ, കാരണം എനിക്ക് എപ്പിസോഡ് എങ്ങനെ വിജയിപ്പിക്കണം, വിജയിപ്പിക്കേണ്ട അനിവാര്യമായിട്ട് ഒരു അവസ്ഥയിലാണ്. പക്ഷെ കല്ലു എന്ന് മിണ്ടൂല. കലേശൻ ഇങ്ങനെ ഇറക്കി വിട്, പോണം. ഇറക്കി വിട്. പക്ഷെ ഒരു 5 എപ്പിസോഡ് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മള് അപ്പൊ ഇവൻ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോഴേ ഇവനൊരു ചമ്മലുണ്ട്. ഞാൻ മിണ്ടാതിരിക്കുന്ന സംസാരിച്ചോളൂ എന്ന് ഞാൻ വിചാരിച്ച് ചോദ്യം ചോദിക്കുന്നു മാത്തു, ഞാൻ മിണ്ടാതെ അവന്റെ കൂടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പൊ ഒരു ഇതായപ്പോഴത്തേക്ക് അവൻ മാത്രം സംസാരിച്ചു കഴിഞ്ഞപ്പോ അവൻ എന്നോട് തന്നെ ഒരു ഞാൻ മാത്രമല്ലേ ഈ പാവത്തിനെ ഞാൻ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ, കലേഷേട്ട എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. അല്ല എങ്ങനെയെങ്കിലും ഇവൻ പറഞ്ഞു തൃശ്ശൂർ പൂരത്തിന്റെ ഒരു പുറത്ത് കയറിയിട്ട് നമ്മൾ എപ്പിസോഡ്, അപ്പൊ ഈ എപ്പിസോഡ് എടുക്കുന്ന സമയത്ത് എന്റെ അടുത്ത് നീ കയറ്, അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ കയറല്ലേ, അല്ല ഞാൻ കയറണമെന്നില്ല നീ കയറി. തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് രാവിലെ തൃശ്ശൂർ പൂരത്തിന്റെ പിന്നെ ഈ തെക്കേ ഗോപുര നടയിലൂടെ മറ്റേ ആന അതിനെന്താ ഇറങ്ങി വരുന്ന തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനാണ് നമ്മുടെ എപ്പിസോഡിന്റെ ആ ദിവസം വന്നത്. അന്ന് രാവിലെ ഞാൻ മാത്തു കൂടെ സംസാരിച്ചപ്പോ കലേഷേട്ട മാത്തു എന്നെ ഉപദേശിച്ചു, കലേഷേട്ട ഇനി ഒരു പക്ഷേ ഇതിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ, ഈ പരിപാടിയിൽ നിന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇനി ആ ബാക്ക് ടു ആ കുക്കറി ഷോ ഒരിക്കലും നടക്കില്ല. അവര് നിങ്ങൾ ഇതിൽ നിന്ന് മാറിയത് കൊണ്ട് തന്നെ അതും ചിലപ്പോൾ സമ്മതിക്കാൻ സാധ്യതയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി രക്ഷയിൽ കഞ്ഞി കുടിക്കണമല്ലോ. അപ്പൊ മാത്തു പറഞ്ഞ അനുസരിച്ച് ഞാൻ അത്യാവശ്യം അപ്പം മാത്തു ഞാനും കൂടെ ഇങ്ങനെ സ്പേസ് ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ മാത്തു മിണ്ടൂല, മാത്തു സംസാരിക്കുമ്പോൾ ഞാനും മിണ്ടും. ഒരു 4-5 എപ്പിസോഡിൽ ആ ടെമ്പോ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിന്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പോ നമുക്ക് റാപ്പ് പോയിട്ടില്ല. പിന്നെ നമ്മൾ GCCയിൽ വന്ന് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തമ്മിലുള്ള സിങ്ക് ഭയങ്കരമായിട്ട് കൂടി. അവിടെ വെച്ചാണ് നമ്മൾ ഭയങ്കര ഹാർഡ് ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകുന്നത്. ഞാൻ ഏജ് ചോദിക്കണല്ലോ, പക്ഷെ നിങ്ങൾ തമ്മിൽ എന്ത് ഡിഫറൻസ് ഉണ്ട്? 9 വയസ്സിന്റെ വ്യത്യാസം. 9 വയസ്സ് വ്യത്യാസമുണ്ട്. പൊളി. പക്ഷെ നിങ്ങൾക്ക് അത് വരുന്നില്ല. ആദ്യം പറഞ്ഞ പരിപാടി ഇല്ലേ, അതായത് ചേട്ടനാണല്ലോ സ്ക്രീനേഷ് ആണല്ലോ, അതില്ല. അത് നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റും. അതെനിക്ക് ഒരു കെമിസ്ട്രി വർക്കൗട്ട്. നോർമലി വിളിക്കുമ്പോൾ സാധാരണ നമ്മൾ സ്റ്റേജിൽ വിളിക്കുമ്പോൾ കല്ലു മാത്തു എന്നാണ് വിളിക്കുന്നത്, അല്ലാതെ വിളിക്കുമ്പോൾ കലേഷേട്ടാന്നാ വിളിക്കുന്നത്. കലേഷ്, ഓ അങ്ങനെയുണ്ട്. അങ്ങനെ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണല്ലോ അല്ലേ. അത് അത് എങ്ങനെയാ അത് വന്നതെന്ന് എനിക്കിപ്പോഴും ഭയങ്കര അത്ഭുതമാണ്. അത് അങ്ങനെ ഞാൻ ഒന്നാമത്തെ കാര്യം ഒരാളുടെ പേര് ഒരു തരത്തിൽ വിളിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര മടിയുണ്ടായിരുന്നു. ഞാൻ അളിയാന്ന് വിളിക്കുന്നത് ഈ പേര് ഓർമ്മിച്ച് വെക്കാനുള്ള ഒരു വിഷയം കൊണ്ട് കൂടിയാണ്. അപ്പൊ പക്ഷെ ഞാൻ ഇപ്പോഴും കലേഷേട്ടനെ നോർമലി സംസാരിക്കുമ്പോൾ കലേഷേട്ടാന്നും പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് കല്ലു. അത് എങ്ങനെയാണ് എനിക്ക് പറയാം. പക്ഷെ നിങ്ങളെ ഒരുമിപ്പിച്ചൊരു ഘടകം എനിക്ക് തോന്നിയിട്ടുള്ളത് ഫുഡാണ്. സത്യത്തിൽ ഇവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ഒരാളായിരുന്നു. ഒരു രാവിലെ ഒരു കാലി ചായ അടിച്ചു കഴിഞ്ഞാൽ അത് മോർണിംഗ് ഷോയിലോ ശീലിച്ചത്. ലൈവ് ചെയ്യുക 11 മണിയാകുമ്പോഴേ കഴിച്ച് ശീലിച്ചിട്ടു. ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ശീലിച്ചുകൊണ്ട് എനിക്ക് നേരം വെളുക്കുമ്പോൾ വിശക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങ് പ്രേരിപ്പിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിൻ ഫുഡാണ്, മറ്റാണ് മറിച്ച് എനിക്ക് വിശക്കുന്നതാണ് പ്രധാന കാരണം. അപ്പോൾ നമ്മൾ രാവിലെ പിന്നെ നോൺ വെജ് തന്നെ അടിക്കും. അത് മസ്റ്റാ. രാവിലെ നോൺ വെജ് തന്നെ അടിക്കും. അങ്ങനെ ഒരു സംഭവം നമ്മൾ ബീഫും ചിക്കനും മട്ടനും ഒക്കെ രാവിലെ ഏതാണെങ്കിൽ മട്ടന്റെ ലിവറും ഓരോ സ്ഥലത്തും കിട്ടുന്ന സാധനങ്ങൾ എനിക്കറിയാമല്ലോ. അപ്പൊ തൃശ്ശൂരാണ് പോകുന്നതെങ്കിൽ നമ്മൾ മട്ടന്റെ ലിവർ എവിടെ കിട്ടുമെന്ന് നോക്കും. അവിടെ പോയിട്ട് മട്ടന്റെ ലിവർ അടിക്കും. അത് രാവിലെ കുറച്ച് സമയം കിട്ടുള്ളൂ. ആ ഹോട്ടലിൽ പോയി മട്ടന്റെ ലിവർ അടിക്കും. നമ്മൾ ആലുവ ആ സൈഡിലാണെങ്കിൽ ആലുവയിൽ പിന്നെ ഗ്രാൻഡി കയറും, പുട്ടും മട്ടനും അടിക്കും. അപ്പൊ ഇവന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവന്റെ ജീവിതത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ഭക്ഷണം നിങ്ങൾ വല്ലാണ്ട് ഒരുമിപ്പിച്ചിട്ടുണ്ട്. ഒരു സംശയമില്ല. എനിക്ക് തോന്നുന്നു നമ്മള് ലോകത്ത് അത്യാവശ്യം കിട്ടുന്ന എല്ലാ തരത്തിലുള്ള ഫുഡും കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മളിവിടെ പാരഗൺ ഇതിൽ വന്നില്ലേ, ലാസ്റ്റ് 9ാം നമ്പർ വന്നില്ലായിരുന്നു ലോകത്തിലെ 10ൽ വന്നല്ലോ. അതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, ഫിഗൽമുല്ല റെസ്റ്റോറന്റ്. ആ ഫിഗമുല്ല റെസ്റ്റോറന്റിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ സ്നിറ്റ്ഷൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഈ സ്നിറ്റ്ഷലിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാരഗണിൽ കാണുന്ന ക്യൂവിന്റെ ഒക്കെ എത്രയോ ഇരട്ടി ക്യൂ ആണ് അവിടെ. നമ്മൾ ഞെട്ടിപ്പോകും. കാരണം ഈ സായിപ്പ് മദാമി വന്നിട്ട് അത്രയും നീണ്ട ക്യൂവില് മറ്റേ നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചിറങ്ങാൻ പോകുന്ന ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. നമുക്ക് അവിടെ
അപ്പോയിന്റ്മെന്റ് കിട്ടി. നമ്മൾ രണ്ടുപേരും കൂടി ധൈര്യമായിട്ട് കയറി ചെന്ന് നമ്മുടെ ഫുൾ ഡേ അവിടെ ഷൂട്ട് ചെയ്തു. തിരിച്ചു പോരാൻ നേരത്ത് ഒരു കുറെ ബോട്ടിൽ വൈനുകളാണ്, 6 ബോട്ടിൽ വൈനുകളും അവര് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന 6 ബോട്ടിൽ വൈനും അവരുടെ 3 റെസിപ്പി ബുക്കുകൾ വീതം. മാത്തൂന് 3, എനിക്ക് 3. എല്ലാ റെസിപ്പി ബുക്കുകളും ഉൾപ്പെടെ ഒരു വലിയ ബോക്സാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അടിപൊളി. ഈ നമ്മൾ മറ്റേ ടൊവിനോ ഗോതയിൽ പറഞ്ഞ പോലെ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിന് പ്രേരിപ്പിച്ചു എന്ന് പറയില്ലേ, ഈ ഭക്ഷണം അല്ലെങ്കിൽ ആഹാരം അത് കഴിക്കണം എക്സ്പീരിയൻസ് ചെയ്യുന്നത് പറഞ്ഞ ഒരു തത്വം പറഞ്ഞ് എന്താണ് ഭക്ഷണത്തോടുള്ള ഒരു വികാരം ശരിക്കും? ഈ ഭക്ഷണത്തിന് ഓപ്ഷൻ ഉള്ളവർക്കാണ് ഇതൊക്കെ ഉണ്ട്. അത് ഒരു ഭാഗ്യം കൂടെയാണ്. അത് ഭാഗ്യം കൂടിയാണ്. വൈറ്റ് ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ അതുണ്ട്. ഇത് നമ്മുടെ ഇപ്പൊ കുക്കിംഗ് ഷോയ്ക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും. ചിലപ്പോൾ ഒരു ബർഗർ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ബർഗറിന് ചലഞ്ച് ചെയ്യണമെങ്കിൽ 79 രൂപ അങ്ങോട്ട് കെട്ടിവെച്ചാലാണ്, 79 രൂപയല്ല, 79 യൂറോ. 79 യൂറോ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പൈസയാണ്. അങ്ങോട്ട് കെട്ടിവെച്ചിട്ട് ആ ചലഞ്ച് ഏറ്റെടുത്തു. 79 വീതം അങ്ങോട്ട് കെട്ടിവെച്ചു. ആ ചലഞ്ച് വിജയിക്കുകയാണെങ്കിൽ 219 യൂറോ നമുക്ക് കിട്ടുമായിരുന്നു. മാത്തൂന് 219, എനിക്ക് 219. പക്ഷെ നമ്മൾ തോറ്റുപോയി. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് യാത്രക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇത് തിന്നാൻ പറ്റില്ല. നമ്മളൊരു കുക്കിംഗ് ഷോയുടെ ഭാഗമായിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഇത് കുറെ ഓപ്ഷൻസ് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെയാ, നമ്മൾ നോർമൽ കണ്ടീഷനിൽ നമ്മൾ ഒരിക്കലും ട്രൈ ചെയ്യില്ലാത്ത കുറെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഇത്രയും കാശിപ്പ് ഇതിന് വേണ്ടിയിട്ട് മുടക്കണമെന്ന് വിചാരിച്ചിട്ടോ ചിലപ്പോൾ ഒരിക്കലും ഇവിടെ സ്കൈ ഡൈവ് ചെയ്യൂല. അതുണ്ട്. നമ്മളത് ചെയ്യുന്നത് സ്കൈ ഡൈവ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇത് നമുക്ക് ഷൂട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണ് ഓരോന്നും. ഇപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ദുബായിൽ തന്നെ സ്ഥിരതാമസമാക്കിയേക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ. ഇവരാരും ഇത് ചെയ്തിട്ടില്ല. ഇവരുടെ കാശില്ലാഞ്ഞിട്ടല്ല, ഇവർക്ക് വലിയ പേടി ഉണ്ടായിട്ടില്ല, ഇവർക്ക് സമയമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ അർജന്റല്ലോ, നമ്മള് ഒരു സ്ഥലത്ത് ഷൂട്ട് കഴിഞ്ഞിട്ട് പാഞ്ഞു വരുമായിരുന്നു. പാഞ്ഞു വന്നിട്ട് ഇവർക്കൊരു ക്ലാസ് ഉണ്ട്. ഈ സ്കൈ ഡൈവ് ചെയ്യുന്നതിന് മുമ്പുള്ള ക്ലാസ് പോലും പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ ബാച്ചിൽ പോയില്ലെങ്കിൽ നമ്മുടെ ചാട്ടം നടക്കൂല എന്നറിയാം. അപ്പൊ ഈ ബാച്ച് കയറ്റി വിടാനായിട്ട് എബി അവനെ ആവുന്നോളം പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ സാധനങ്ങൾ ഇടുകയും ഇതിന്റെ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ തരുകയും പിന്നെ ബനാന പോസിൽ നിൽക്കാൻ പഠിപ്പിക്കുകയും എന്നാ വാന്നും പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചോണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 hours നമ്മുടെ പരിപാടി മൊത്തം കഴിഞ്ഞു. ചില ആൾക്കാർ പ്രിപ്പയർ ചെയ്ത് അവിടെ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്ത് അവരുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത് പല പരിപാടികളും കഴിഞ്ഞിട്ടാ ഇത് പോയി വന്നു എന്ന് പറഞ്ഞ രീതിയിൽ വന്നു. നിങ്ങളെ ശരിക്കും മലബാറുകാർ ദത്തെടുത്തു തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ആ ഒരു ഉടൻപടം എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ ഒരു റീച്ച് കൂടുതലും ആ കാസർഗോഡ് ആ ഒരു ഏരിയയിലേക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആ കൂടുതലാണ് ഷൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആഴ്ചയിൽ മറ്റേ ധ്യാൻ ശ്രീനിവാസൻ പടം ഇറക്കുന്ന ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും മലബാറുകാരുടെ സ്നേഹം അതിന്റെ ഒരു നമുക്ക് ഈ 3 ജില്ലയില്ലെങ്കിൽ നമ്മൾ പട്ടിണി എടുത്തത്. അതായത് കറക്റ്റ് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, ഈ 3 ജില്ലയിലാണ് നമ്മൾ പട്ടിണിയാണ്. മലബാറുകാരുടെ സ്നേഹവും ആതിഥേയത്വം എല്ലാം ഉണ്ട്. ഫുഡും ഒക്കെ ഉണ്ട്. എല്ലാം നമ്മൾ ലോകത്ത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ശരി, നമ്മൾ ചില മനുഷ്യരെ കാണുമല്ലോ. ഇപ്പൊ പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ നമ്മൾ കാണുമല്ലോ. നമ്മുടെ അടുത്ത് ഒരാൾ കൈ എന്നിട്ട് നിങ്ങൾ എവിടെ നിന്നാണ് വരണേ, അല്ലെങ്കിൽ എന്താണ് പരിപാടി, എങ്ങോട്ടാണ് പോകണത്, അപ്പൊ നാളെ എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് ഒരാൾ കൈ എന്നിട്ട് ആദ്യം തന്നെ കഴിച്ചിനാ എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, അത് മലബാറുകാരാ. കഴിച്ചങ്ങായി ഫസ്റ്റ് ചോദ്യമെങ്കിൽ ബാക്കിയൊക്കെ സെക്കൻഡറി. സത്യത്തിൽ ഒരു അർത്ഥത്തിൽ ഇനോഗ്രേഷൻ ഏക്കുന്നത് കഴിക്കാൻ വേണ്ടിട്ടാണോ? അല്ല, അങ്ങനെയല്ല. അങ്ങനെയുണ്ട്. എനിക്ക് പിന്നെ കോഴിക്കോട് ചില ഇഷ്ടമുള്ള ഹോട്ടലുണ്ട്. ഇപ്പൊ ശേഖർ ഫുഡ്സിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ലഞ്ച് ആണെങ്കിൽ അബൂക്കർക്കയുടെ അനുഗ്രഹം ഹോട്ടൽ. കണ്ണൂരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം ഉണ്ടെങ്കിൽ ഒരു 10 മണിക്കെങ്കിലും അവിടെ എത്തുകയാണെങ്കിൽ ആനന്ദഭവനിൽ പോയിട്ട് അവിടുത്തെ മുരു, കല്ലുമ്മക്കായ, മീൻ പൊരിച്ചതും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ലഞ്ചിന്റെ പോലും ആവശ്യമില്ല. പിന്നെ അന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് കഴിച്ചാലും. അത് ഈ മുരു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഓയിസ്റ്റർ എന്ന് പറഞ്ഞാൽ ദേശീയത്തിന്റെ സമയത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ
ഈ സാധനം ഞാൻ പച്ചക്കാ തിന്നേക്കണേ. ഈ മുരു എന്ന് പറയുന്ന സാധനം എന്താന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു സമയത്താണ് കലേശേട്ടൻ എന്നെ കണ്ണൂർക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഒരു തവണയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ളതാണ് പ്ലാൻ. അപ്പൊ പുട്ടിന്റെ കൂടെ എന്ത് കഴിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിക്കായിട്ടുള്ള എന്തെങ്കിലും എന്നുള്ള പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കലേശൻ നമുക്ക് മുരു പിടിക്കാന്ന് പറഞ്ഞു. നോക്കുമ്പോൾ കല്ലുമ്മക്കായനേക്കാൾ കുറച്ചും കൂടി വലിപ്പമുണ്ട് എന്നാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാധനം ഈ മുരു എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പുട്ട് പൊടിച്ചിട്ട് കറക്റ്റ് മുരു മറ്റേ അതിൻ്റെ അകത്തേക്ക് ഞെക്കി അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് കഴിച്ചാൽ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ബാക്കി പറയാൻ മുരും കല്ലുമ്മക്കായും അധികം വേവിക്കൂല. ഒന്നും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഒക്കെ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുക, കുറച്ച് മുളക് പൊടിയൊക്കെ കാണും, ഇതിട്ടിട്ട് ഒന്ന് ചൂടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി, അത് റെഡിയാവും. റബറി അല്ല, അത് കൂടുതൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റബറി ആയിപ്പോ. ഈ പറഞ്ഞ കുറെ ഐറ്റംസ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ പോയി കഴിക്കുന്ന ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന കടകളിലെ ഫുഡ് എന്നല്ലാതെ ഞാൻ പറഞ്ഞ ഇത് എല്ലായിടത്തും കിട്ടുമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ഇട്ട് നോക്കിയാൽ ഇത് വെർത്താണ്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ശ്രീലങ്കൻ ഫുഡാണ്. കാൻഡിയൻ ലംബ് റൈസ് എന്ന് പറയും, ഒരു പൊതിച്ചോറാണ്. അപ്പൊ കാൻഡിയില് പിന്നെ പല കടകളിലും ഈ കാൻഡിയൻ ലംബ് റൈസ് കിട്ടും. ചില കടകളിൽ ഭയങ്കര ഏറ്റവും കാൻഡിയിൽ പോകുന്നുണ്ടെങ്കിൽ, ശ്രീലങ്കയിൽ പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് കാൻഡി. വാഴയിലയിൽ പൊതിഞ്ഞ് ഒരു ജീരകശാല അരി പോലെ മണമുള്ള ഒരു അരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കും. എന്നിട്ട് ആദ്യം ഒരു ചിക്കൻ്റെയോ മട്ടൻ്റെയോ കറി ഒഴിച്ചിട്ട് ഈ അരി, വെന്ത അരി ഇതിനകത്തേക്ക് ഇടും. മഞ്ഞ കളറിൽ വെന്ത അരിയാണ്. അതിനകത്തേക്ക് ഒരു കീമോ ബോളുണ്ട്, ഒരു മുട്ട ഉണ്ടാവും, ഒരു വെജ് കട്ട്ലറ്റോ അല്ലെങ്കിൽ ചിക്കൻ കട്ട്ലറ്റോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും, പിന്നെ ഒരു നാരങ്ങ ഫുള്ളായിട്ട്, അച്ചാറിൻ്റെ ഒരു നാരങ്ങ ഫുള്ളായിട്ട്. ആ നാരങ്ങ അത് കുത്തി പൊട്ടിച്ചു കഴിഞ്ഞാൽ ജെല്ലി ആയിട്ടിരിക്കും. നമുക്ക് ആ നാരങ്ങ ഹോൾ നാരങ്ങ തന്നെ ജെല്ലി ആയിട്ടിരിക്കും. അതിനകത്തുനിന്ന് നമുക്ക് അതെടുത്ത് കഴിക്കാം. ഇതിൻ്റെ കൂടെ ഒരു രക്ഷയില്ലാത്ത മണമാണ് മോനെ ഈ ഇത് തുറന്നു കഴിഞ്ഞാൽ. അതാണ് നിങ്ങൾ കഴിച്ചിട്ടല്ലേ വന്നത്. നമുക്ക് വേറെ ക്വസ്റ്റിലേക്ക് പോകാം. മധുവിനെ കൂടെ ചോദിക്കും. എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, എന്നാലും പറ. മധുവിന്റെ ഞാൻ പറഞ്ഞില്ല, ഇതല്ലാതെ നമ്മൾ പയറ്റിയതാവാം, അതല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കഴിച്ചതാവാം, നമ്മൾ ഉണ്ടാക്കിയതാവാം. എനിക്ക് കലേശേട്ടൻ നമുക്ക് ഉണ്ടാക്കി തരാറുള്ള ഒരു ഡിഷ് ഉണ്ട്, ചിക്കൻ തോരൻ. അത് വീട്ടിൽ മമ്മി പറയുന്നത് ഭയങ്കര ചെലവുള്ള ഫുഡാന്ന് പറയുന്നത്. കാരണം ഭയങ്കര എണ്ണ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിക്കണം. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. എനിക്ക് കലേശൻ ഉണ്ടാക്കി തന്നേക്കുള്ള 2 സാധനങ്ങളാണ് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടായിട്ടുള്ളത്. ഒന്ന് ഈ ചിക്കൻ തോരൻ, പിന്നെ നമ്മൾ ഒരിക്കൽ ഫിൻലൻഡ് പോയ സമയത്ത് വിനീതേട്ടന് വേണ്ടിയിട്ട് ഒരു ബീഫ് ഉണ്ടാക്കി. നിങ്ങൾ വിനീതേട്ടൻ വന്ന് കുക്ക് ചെയ്തതാണോ? അത് തന്നെ, അതൊരു അടിപൊളി. എനിക്ക് അന്ന് വിനീതേട്ടൻ 8 പ്രാവശ്യം അത്താഴം കഴിച്ചു. ആദ്യം വിനീതേട്ടൻ കഴിച്ചു, ആസ്വദിച്ച് കഴിച്ചു, ഷൂട്ടിന് വേണ്ടി കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ കൂടെ കഴിച്ചു. പിന്നെ പോവാൻ നേരത്ത് അതിനകത്തിട്ട് ഇളക്കി വീണ്ടും കഴിച്ചു. മാത്തൂനെ ബ്രേക്ക്ഫാസ്റ്റിന് ശീലിപ്പിച്ചു എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പരസ്പരം അവിടുന്ന് എടുത്തിട്ടുള്ള ഒരു നല്ല ശീലം എന്തായിരിക്കും, അല്ലെങ്കിൽ കണ്ടിട്ടുള്ള മോശം കാര്യം എന്തായിരിക്കും? എനിക്ക് രണ്ടും പറയണം കേട്ടോ. അതായത് മാത്തൂന്ന് എടുത്തിട്ടുള്ള ഒരു മാത്തൂന്ന് എടുത്തിട്ടുള്ളതല്ല, മാത്തൂന്റെ ഒരു ഉപദേശം നന്നായിട്ട് വർക്കായത്. ഞാൻ മാത്തൂന്റെ കൂടെ കൂടിയതിന് ശേഷമാണ് അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയത്. സേവിങ്സ് ശീലിച്ചതല്ല, എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കുറേ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രോപ്പറായിട്ട് ഒരു സാലറി പറഞ്ഞ് ഫിക്സ് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ വരണമെന്ന് മാത്രം പറയും, ഞാൻ അങ്ങോട്ട് ചെല്ലും, അവരെന്തെങ്കിലും തരും, ഞാൻ അതുമായിട്ട് ഇങ്ങനെ വരും. അതായത് പേഴ്സണലി പ്രൊഫഷണൽ ആയത് മാത്തു വന്നതിന് ശേഷമാണ്. മാത്തു ആണ് അതെന്നെ പഠിപ്പിച്ചത്. ഇവനിൽ മോശം കാര്യം കൂടി പറ. അതായത് മാത്തു നീ ഇത് മാറ്റണം എന്ന് നിങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഇവൻ റോഡിൽ ഒരു രക്ഷയില്ലാത്ത അഭ്യാസ പ്രകടനമാണ്. വല്ലാത്തപ്പോ ഒരു കുഴപ്പമില്ല, അങ്ങോട്ട് ഒന്ന് കുത്തിയാൽ പോലും ഒന്നും ചെയ്യൂല. പക്ഷെ റോഡില് ഇവൻ സിസ്റ്റമാറ്റിക് ആയിട്ടാ പോകുന്നത്. ലോകത്തുള്ള സകലരും സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണമെന്നാണ് ഇവന്റെ ഒരു ആഗ്രഹം. ആരെങ്കിലും 4 ഹോൺ ബാക്കിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യൂല, ഞാൻ അങ്ങോട്ട് മാറിക്കൊടുക്കും. ഇവൻ പിന്നെ അവിടെ നിന്ന് തിത്തി താഹ കളിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എടാ ഇത് അത്ര അത് അവനും അറിയാം, ഇത് അവനും അറിയാം. ഞാൻ ഡീസന്റ് ആണെന്ന് പറയുന്നതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും 4 ഹോൺ അടിക്കും. ചില്ല് താത്തിട്ടാണോ ചില്ല് താഴ്ത്തിയിട്ട് വിളിക്കും. ഒരു തവണ ഒരു പെട്ടിയോട്ട് വർഷക്കാരൻ, ഒരു പെട്ടിയോട്ട് വർഷക്കാരൻ ഇവന്റെ ബാക്കിൽ നിന്ന് ഓണടി ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. ചുമ്മാ എന്നിട്ട് പെട്ടിയോട്ട് വർഷം ഹോൺ അടിക്കുന്നു. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 6:60 പായിച്ച് പെട്ടിയോട്ട് വർഷം കാണാത്ത സ്ഥലത്ത് ഇവൻ എത്തി. ഞാൻ ഇവനെ നോക്കുക, അപ്പൊ നോക്കുമ്പോ ട്രാഫിക്കിൽ റെഡാ. അപ്പൊ തൊട്ട് ബാക്കിൽ അപ്പുറത്തെ സ്ഥലമുണ്ട്. ഈ പെട്ടി ഓട്ടോറിക്ഷക്കാരൻ ഇവന്റെ ബാക്കിൽ തന്നെ ഹോൺ അടിക്കുന്നു. അവനപ്പുറത്തോട് ഒഴിഞ്ഞു പോവാം.
അവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി എടുത്തിട്ട് ഇവന്റെ പിന്നെ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് നേരത്തേക്ക് ഞാനൊരു 80 അങ്ങ് പിടിച്ചു. അപ്പൊ ഇവൻ ഇങ്ങനെ ബാക്കിൽ വന്ന് 80 തന്നെ ഹോൺ അടിക്കാം. കുറച്ചപ്പുറത്ത് ഇപ്പൊ ഒരു സിഗ്നൽ ഞാൻ കണ്ടു. അപ്പൊ നമ്മുടെ സിഗ്നലിൽ ചവിട്ടുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവനും വന്നുകൊണ്ടിരിക്കുന്നത്. ഊന്ന് പറഞ്ഞാൽ എന്റെ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ആ ഡിസ്റ്റൻസിനൊക്കെ എത്രക്കൾ മുമ്പ് ഒരൊറ്റ ചവിട്ടി വിട്ടിട്ട് അങ്ങനെ നിർത്തി വണ്ടി. ഇങ്ങനെ വന്നിട്ട് എങ്ങോട്ടോ കിട്ടില്ല. ഞാനിങ്ങനെ തലയെ കൈമിച്ച് വിയർത്ത് ഞാൻ ആ AC-ക്കകത്തിരുന്നിട്ട് നാട് കോഴിക്കോട് ഇവൻ ഇങ്ങനെ പോയിട്ട് ചവിട്ടി നിർത്തി. ഇങ്ങനെ പൊങ്ങിയൊക്കെ നല്ല പണിയായി പോയി. എനിക്ക് ചില സമയത്ത് തോന്നുന്നു അവനെ ഇടിച്ചോട്ടെ, വണ്ടി പോയാലും കുഴപ്പമില്ല. തിരിച്ചു പോകാം. അതായത് കലേഷേട്ടിൽ നിന്ന് നമ്മൾ കൈക്കൊണ്ട ഒരു നല്ല കാര്യം, ഞാന് ദേശമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ മനുഷ്യരുമായിട്ട് നല്ല രീതിയിൽ ഇടപെടുന്ന ഒരാളാണെന്നുള്ള തോന്നൽ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു കേരളത്തിൽ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് പ്രേക്ഷകരോട് ഇടപെടുന്ന അവതാരകൻ ഞാനായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കലേഷേട്ടൻ ഞാൻ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴാണ് എന്റെ പൊസിഷനിങ്ങിനെ കുറിച്ച് എനിക്കൊരു ധാരണ വന്നത്. മൂപ്പര് ബുർജ് ഖലീഫയുടെ 164ാമത്തെ നിലയിലും ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മനുഷ്യരുമായിട്ട് ഇടപെടുന്ന കാര്യത്തിൽ തുടങ്ങിയതാണ്. അതെ അതെ അതുണ്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മനുഷ്യരായിട്ട് കലേഷേട്ടൻ ഡീൽ ചെയ്യുന്ന രീതി അസാധ്യമാണ്, ഒരു രക്ഷയില്ല. അതുകൊണ്ടായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ കാശൊന്നും കറക്റ്റ് പറയാതെ പോകുന്ന പുള്ളിയുടെ പ്രശ്നം എന്തായിരുന്നു? മെയിൻ പ്രശ്നം അതായത് പുള്ളി എല്ലാത്തിനെയും ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് സമീപിക്കുന്നത്. ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് തന്നെ സമീപിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ നമ്മളെ ചൂഷണം ചെയ്യാൻ വരുന്ന ആളുകളോട് ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് സമീപിക്കരുത്. അത് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അത് കച്ചവടമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ ആ ഡിഫറൻസിയേഷൻ കലേഷേട്ടന്റെ കാര്യത്തിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് മാത്തുവാണ് എന്നെ പറഞ്ഞത്, നിങ്ങൾ എത്ര ഒരു ഷോയ്ക്ക് നിങ്ങൾ ഇന്ററാക്റ്റീവ് ഷോ ആണ് കൂടുതൽ ചെയ്യുന്നത്. അതെ അതെ, മാജിക്കും ഇതെല്ലാം ഇന്ററാക്ഷനോട് ചേർന്നുള്ള ഷോ ആണ് ചെയ്യുന്നത്. ആ ഷോയ്ക്ക് നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫിക്സ് ചെയ്യാൻ പറ്റുക, അതങ്ങ് ഫിക്സ് ചെയ്യണം. അതിൽ താഴ്ത്തി ഒരു സ്ഥലത്തും പോണ്ട. ഒരു മിനിമം ഇത്രയാണെന്ന് ഫിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതെ, പിന്നെ അവിടെ നിന്ന് നമ്മൾ ആ റേറ്റ് പിടിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു പോയിന്റിൽ നമ്മൾ ഐഫോണിന്റെ വില കൂട്ടുമ്പോൾ നമ്മളും റേറ്റ് കൂട്ടും, പിന്നെ 10 രൂപ കൂട്ടും. അങ്ങനെ നമ്മൾ കുഞ്ഞൽത്തോന്റെ കാര്യം നേരത്തെ പറഞ്ഞ സീൻ, അപ്പോൾ നമ്മള് എന്തുകൊണ്ട് ഈ കല്ലൂന് അത്രയും ചെറിയ വേഷം കൊടുത്തു എന്നുള്ളതാണ് ഞാൻ ചോദിക്കാതിരിക്കുകയാണ്. കാരണം അത്രയും നല്ലൊരു പടം, അത്രയും വലിയൊരു ഡ്രീം പ്രൊജക്ട്, ആസിഫ് അലി പ്രൊജക്ട്, എന്തുകൊണ്ടായിരുന്നു അതങ്ങനെ സംഭവിച്ചത്? ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ലാത്തതുകൊണ്ടാണോ? അത് പടം നന്നാവണമെന്നുള്ളത് കൊണ്ടാണ്. എന്നെ വെച്ചിട്ട് ഒരു 2.5 മണിക്കൂർ ഷൂട്ട് ചെയ്തു. ഒരു സാധനം ഒരു സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടാക്കി. അതിനകത്ത് കുറെ ഫണ്ണുണ്ടായിരുന്നു, തമാശ. ഞാന് പിന്നെ അവരെ നാടകം പഠിപ്പിക്കാനായിട്ട് വരുന്ന ഒരു ആശാൻ, ഡ്രാമ ആശാനായിട്ടായിരുന്നു. അപ്പൊ നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ്, ഞാൻ അവരെ നാടകം പഠിപ്പിക്കുന്നത് നീ ഇന്ന വേഷം ചെയ്താൽ മതി, നീ ഇന്ന വേഷം ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നത്. പിന്നെ അർജുൻ ആ സമയത്ത് വേറൊരു വേഷത്തിന് വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുന്നത്, അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ തൂക്കിപ്പോട്ട് കളഞ്ഞു, എല്ലാം എഡിറ്റിംഗ് ടേബിളിൽ കളഞ്ഞു. എന്നാൽ സ്നേഹമുള്ള ആളാണെങ്കിൽ സിനിമയിൽ നിന്ന് എഡിറ്റ് ചെയ്ത് നീക്കം ചെയ്തത് പിന്നെ രേഖാചിത്രം വരെ ഇട്ടു. അങ്ങനെ എഡിറ്റ് ചെയ്ത ഒരു സീൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് നിനക്ക് എന്നെ ഒന്ന് പൊലിപ്പിച്ചൂടെ? ഇനി വെറുതെ അതും വെച്ച് പുള്ളി പ്രൊമോട്ട് ചെയ്യണ്ടല്ലോ. അതല്ല, വളരെ സീനിയർ ആയിട്ടുള്ള എഡിറ്റർ ആയിരുന്നു പുള്ളി. പറഞ്ഞു ഈ പുള്ളി വേണ്ടത്. രഞ്ജേട്ടൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ട്, അത് ശരിക്കും രഞ്ജേട്ടൻ നമ്മൾ പാട്ടിന്റെ ഇടയ്ക്ക് കുറച്ച് സീൻസ് കേട്ടാന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു പോയിന്റിലേക്ക് പിന്നെ നമുക്ക് പിക്ക് ചെയ്ത് കയറാന്നുള്ള പ്ലാൻ വന്നു. അപ്പൊ ആ ഒരു ഫ്ലോ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഇൻബിറ്റ്വീൻ ഉള്ള സീൻസ് ചിലപ്പോൾ നമുക്ക് അത് എന്തിനാ അവിടെ വെക്കുന്നത്, ഇതല്ലാണ്ട് കഥ പറയാലോ എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ അടിക്കാൻ വഴിയുണ്ടെന്ന് പറഞ്ഞു. ഈ സിനിമ എന്ന് പറഞ്ഞ പരിപാടി പ്ലാറ്റ്ഫോം താൽക്കാലികമായിട്ട് എടുത്തിട്ടുള്ളതാണ്. രണ്ടുപേരോട് ചോദിക്കുകയാണ്. ഇപ്പൊ നേരത്തെ കലേഷോട്ട് ഒരുപാട് പടങ്ങളൊക്കെ പുസ്തകത്തിലെ ലാസ്റ്റ് ഷോട്ടൊക്കെ ഒറ്റ ഷോട്ടല്ലേ, ഇടക്കിടക്ക് ചോദിക്കണമെന്നായിരിക്കും ഒറ്റ ഷോട്ടൊക്കെ. അപ്പൊ നമ്മൾ അഭിനയിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇപ്പൊ ഡയറക്ഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇത് ബോധപൂർവമായിട്ടൊരു ഗ്യാപ്പ് ഇട്ടാണ്. കാരണം നമ്മൾ നിന്ന് പോകുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ അവിടെ നിന്ന് മാറിയാൽ, ആ ലൈം ലൈറ്റിൽ നിന്ന് മാറിയാൽ, കാരണം ഒരു പടത്തിന് ഒരു കൊല്ലെങ്കിലും കുറഞ്ഞ് നിങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ മിനിമം 2 കൊല്ലം നമ്മൾ മാറ്റി വെക്കാതെ ഒരു സിനിമ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഇപ്പോൾ ഓണാവും എന്ന് വിചാരിക്കും. പക്ഷെ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കാര്യങ്ങൾ മതി ഒരു സിനിമ കുറച്ച് നീണ്ടു പോകാൻ വേണ്ടിയിട്ട്. ഈ സിനിമ സംഭവിക്കും, ഈ സിനിമയുടെ പുറകെ തന്നെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ സിനിമ സംഭവിക്കും. പക്ഷെ ആ സംഭവിക്കുന്ന അത്രയും സമയം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് എപ്പോഴും. പിന്നെ നമ്മുടെ കമ്മിറ്റ്മെന്റ്സ് പുറത്ത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ഇപ്പം ഉണ്ട്. നമുക്ക് ഷോസ് ഉണ്ട്, നമ്മൾ നടത്തുന്ന സംരംഭങ്ങളുണ്ട്.
അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ കലേഷനും പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, എനിക്കും പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, അതിലുള്ള പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് സാലറി കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മളെ വിശ്വസിച്ചിട്ടാണ് കുറേ ക്ലയൻസ് നമ്മുടെ കൂടെ നിൽക്കുന്നതും നമുക്ക് പരിപാടികൾ തരുന്നതൊക്കെ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും അല്ല ഇപ്പോൾ മാത്തു ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പോയേക്കണ കൊണ്ടത്, അപ്പോൾ ഇത് മൊത്തത്തിൽ തകിടം മറിയും. പിന്നെ എനിക്ക് എപ്പോഴും സേഫ് സോണിൽ നിൽക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്, നിനക്കറിയാലോ. അപ്പോൾ സിനിമ ഭയങ്കര നല്ല രീതിയിൽ പണിയെടുക്കേണ്ട സ്ഥലമാണ് സിനിമ. നമ്മൾ ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഒരു പോപ്കോണും കഴിച്ചിരുന്നിട്ട് സിനിമയെ നമുക്ക് വിലയിരുത്താനാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. പക്ഷെ നമ്മൾ അസാധ്യമായിട്ട് കഷ്ടപ്പെടുകയും നല്ല കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യേണ്ട സ്ഥലമാണ് സിനിമ എന്ന് പറയുന്നത്. അത് ഞാൻ പറയുന്നത് ഡയറക്ഷന് മാത്രമല്ല, നമ്മൾ അതിൻ്റെ ആർട്ടിലെ പിള്ളേർ നോക്കിക്കഴിഞ്ഞാലും ഏത് ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാലും ചത്ത് പണിയെടുക്കുന്നൊരു ഇതാ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വരുമാനം ചിലപ്പോൾ നമുക്ക് മാറി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനവും സിനിമയിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം വെച്ച് നോക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഇതുപോലെ കുറെ പ്ലാൻസ് വേണ്ടാന്ന് നോക്കേണ്ടി വരും. അതൊരു പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ ഉടൻ പണത്തിൽ നിന്ന് നമ്മൾ അടുത്ത സീസണിൽ വരുമ്പോഴെന്ന് വെച്ചാൽ ഒരു 15 ദിവസം 16 ദിവസമൊക്കെ ഷൂട്ട് വരും. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള കമ്മിറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ടേ നമുക്ക് അതായത് പോക്ക് എടുക്കുള്ളൂ. യാത്രകളൊക്കെ പെൻഡിങ്ങോ. യാത്ര കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുറെ യാത്ര ചെയ്തിട്ടുള്ള അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് മെമ്മറബിൾ ആയിട്ട് ഇന്നും പറഞ്ഞിരിക്കുന്നു ഓർക്കുന്നതായിട്ടുള്ള ഒരു മൊമെന്റ് പറയാമോ? കലേശേട്ടൻ ഫ്ലൈറ്റ് ഓടിച്ചത്, ലാൻഡ് ചെയ്തത്, അത് മാത്തുവിന് ഭയങ്കര മെമ്മറബിൾ അതെനിക്ക് ഭയങ്കര മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറി തോമസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് ഉണ്ട്. ചേട്ടാ ഫിൻലൻഡിലേക്ക് വാ, ചേട്ടാ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാക്കിയിട്ട് ഫിൻലൻഡിലേക്ക് വാ, നമുക്ക് ടൈനി ഫ്ലൈറ്റ് എടുത്ത് ഫിൻലൻഡ് മൊത്തം കറങ്ങാം, വേണമെങ്കിൽ നിങ്ങളെ കൊണ്ട് ഫ്ലൈറ്റ് കണ്ടാൽ ഒരു പൈലറ്റ് ലുക്ക് ഒന്നും ഇല്ല. അപ്പോ പിന്നെ നമ്മള് വിശ്വസിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇവനുമായിട്ട് കൂടുതൽ അടുത്തു, കമ്പനിയായി. പിന്നെ ഇവൻ പൈലറ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോഴും ഈ ടൈനി ഫ്ലൈറ്റ് എടുത്ത് ഫിൻലൻഡ് കറങ്ങുന്നത് അവൻ നമ്മളോട് പറയുന്ന ഒരു നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇവൻ ഫിൻലൻഡിൽ ചെന്നിട്ടും ഫ്ലൈറ്റിന്റെ കാര്യമൊന്നും പറയുന്നില്ല. ഒരു സുപ്രഭാതത്തില് സർപ്രൈസ് ആയിട്ട് ഇവൻ മാൽമി എയർപോർട്ട് ഇപ്പൊ ഇല്ല, അതൊരു പിന്നെ അത് വിറ്റു. അത് എനിക്ക് തോന്നുന്നു ഒരു കമേഴ്ഷ്യൽ അല്ല, ആ എയർപോർട്ട് അവിടുത്തെ ഫ്ലൈയിങ് ക്ലബ്ബായിരുന്നു. അപ്പൊ മാൽമി എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ നല്ല ഡ്രസ്സ് ഇട്ട് വരണമെന്ന് അവൻ പറഞ്ഞു. നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ മാൽമി എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി അവന്റെ ഫ്ലൈറ്റ് തള്ളി മറ്റേ റൺവേയിൽ കൊണ്ടുവച്ചു. നമ്മൾ ഫ്ലൈ ചെയ്തു. അതിൽ പൈലറ്റ് ചെറിയും കോ പൈലറ്റ് ഞാനും, യാത്രക്കാരൻ മാത്തുക്കുട്ടി, ബാക്കിൽ ഞാനും മറ്റൊരു ഫ്രണ്ടും ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ക്യാമറയൊക്കെ വെച്ച് എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പുറത്തും ഒരു ക്യാമറ വെച്ചു, ഗോപ്രോ പുറത്തും വെച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ ഫ്ലൈ ചെയ്ത് പോവാണ്. അപ്പൊ ടെറി ഓരോ സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ടെറി ആദ്യം ഫ്ലൈറ്റ് പൊക്കി അന്തരി മുകളിൽ കൊണ്ടുവന്നിട്ട് ഇനി ഓടിക്കാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ സ്റ്റിയറിംഗ് എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് താഴും, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് പൊങ്ങും. സിമ്പിൾ, വളരെ സിമ്പിൾ എന്നൊക്കെ അതില് ഞാന് ത്രിൽഡ് ആയല്ലോ. ഇത് ഭയങ്കര ഒച്ചയാണ്. അപ്പൊ ഇതിനകത്ത് അവൻ അലറി വിളിക്കുന്നുണ്ട്, കോലേഷോട്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ അലർച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ആവേശം കയറിയിട്ട് ഞാൻ ഇങ്ങനെ താഴ്ത്തി നോക്കി. ഇത് ചെറുതെന്ന് പറഞ്ഞത് ഒറ്റപ്പോക്ക്. അപ്പൊ തന്നെ പുള്ളി ഒറ്റപ്പോക്ക്. മാത്തുക്കുട്ടി വിളി. അപ്പൊ ഞാൻ ചെയ്തെന്തോ തെറ്റായിപ്പോയെന്ന് ഞാൻ ഇത് പിടിച്ച് തിരിച്ചു പോക്കി. അപ്പൊ മുകളിലോട്ട് ഇങ്ങനെ എനിക്ക് അറിയാവുന്ന ഭാഷയിൽ മുഴുവൻ വീഗാലാൻഡിന്റെ റൈഡിൽ പിന്നെ നമുക്കൊരു ഉറപ്പുണ്ട്, ഇത് മറ്റേ സബ്ജക്റ്റിലെ പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടെന്ന് പറയാം. ഇത് ഇങ്ങയുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പിലുണ്ടോ? പിന്നെ ഞാൻ ഓടിച്ചു. ഫിൻലൻഡ് പോയത് മാത്തു മാത്രമാണ് പോയത്. ഞാൻ വേറൊരു കേസ് കേട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തുവിനോട് കല്യാണം കഴിക്കാൻ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ച ഒരാള് താങ്കളാണെന്ന്. ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു ഷോയിൽ. ആരായിരുന്നു അങ്ങനെ റൊമാൻറ്റിക്? ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ രണ്ടുപേരിലും കാണുന്ന ഒരു കാര്യം, ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഫാമിലിയുടെ യാത്രകളും ഫോട്ടോസും ഒക്കെ ആയിട്ട് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട്, അപ്പൊ നാട്ടുകാർക്ക് നമ്മുടെ ഒരു ഫാമിലി എന്നുള്ള ഫീൽ, കാരണം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന രണ്ടുപേരും ഫാമിലി. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ആശാൻ എത്തിച്ചതിൽ പങ്കുണ്ടോ? ഉണ്ട്. അന്തസ്സായിട്ട് പറയും. കാരണം അതിന്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ഈ ഒരുപാട് പേര് നമ്മളെ കാണാൻ ബിരിയാണി കൊണ്ടുവരുന്നവരുണ്ട്, പല്ലുമ്മക്കായും കൊണ്ടുവരുന്നവരുണ്ട്, പലരും കാണാൻ വരുമ്പോഴത്തേക്ക് ഫുഡൊക്കെ ആയിട്ട് വരും.
ഒരു പെൺകുട്ടി മാത്രം വരുമ്പോഴത്തേക്ക് അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം ഞാൻ കണ്ടു. അപ്പൊ ഞാൻ മാത്തുവിനോട് ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. അല്ലേ, അത് വീടിന്റെ തൊട്ടടുത്തുള്ളതൊന്നും നടക്കില്ല, നെയ്ബറാണ്, ചിന്തിക്കാൻ പറ്റൂല, അത് ഒരു പള്ളിയാളിയാ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇവളിങ്ങനെ തുരുതുര വരുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും കോഴിക്കോട് വരുമ്പോഴത്തേക്കും അവള് അവിടെ എവിടെയാ പഠിക്കുന്നത്, KMCT പഠിക്കുന്നത്. അപ്പൊ KMCT അവളും കൂട്ടുകാരികളും വരും. ഇവള് വന്നു കഴിഞ്ഞാൽ അവൾ ചെറിയൊരു ഇളക്ക് ഇവനെ കാണുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു, മാത്തു ഇത് അയൽവക്കാരന്റെ ഇളക്കല്ല, അയൽവാസി കാണാൻ വരുന്നതൊക്കെ നമുക്ക് എത്രയോ പേര് കാണാൻ വരുന്നേ. അപ്പൊ ഈ കുട്ടിക്ക് എന്തോ അപ്പൊ ഇവൻ പറഞ്ഞു ഒരിക്കലും നടക്കൂല, അത് കുടുംബങ്ങൾ തന്നെ, നിങ്ങളൊരു പള്ളിയല്ലേ, അല്ലല്ലേ, കുടുംബങ്ങൾ തന്നെ വേറെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലേ, അത് മൊത്തം പറഞ്ഞ് എനിക്ക് തീർക്കാൻ പറ്റൂല, നടക്കൂല എന്നാണ്. ഞാൻ എലിസബത്തിനെ കണ്ടു. എലിസബത്തിനോട് ചോദിച്ചു, നിനക്ക് ഇവനെ ഇഷ്ടമാണോ? ആ പുള്ളിക്കാരൻ സമ്മതിക്കത്തില്ലെന്നേ, ആ പുള്ളിക്കാരൻ നടക്കൂല എന്നാ പറയുന്നത്. ആ പുള്ളിക്കാരൻ പറയുന്നത് നടക്കൂല എന്നാ. ഞാൻ പറഞ്ഞു, നീ സ്ട്രോങ് ആയിട്ട് നിന്നാ ഇത് നടക്കും. നടക്കും. അവന്റെ കാര്യം എന്തെങ്കിലും ആണെങ്കിൽ. മമ്മിക്ക് ഭയങ്കര, എന്നിട്ട് എന്നെ മറ്റേ ഡയലോഗ് അടിച്ചു, ലോകത്തുള്ള സർവ്വ ആമ്പിള്ളേരെ വഴിയെറ്റിക്കുന്ന കൂട്ടുകാരന്റെ ഡയലോഗ് ഇല്ലേ, അവക്ക് നിന്നോട് എന്തോ ഉണ്ട്. അല്ലല്ല, അവൾക്ക് നിന്നോട് എന്തോ ഉണ്ടെന്നല്ല, അവൾക്ക് ശരിക്കും നിന്നോട് നല്ല പ്രേമമുണ്ട്. നീ അത് നീ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നീ ഇത് നിരാശാകാമുനായിട്ട് എന്റെ ലിവർ കളയാൻ എനിക്ക് പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ലിവർ കളയാൻ ഞാൻ വരൂല, നീ വേണമെങ്കിൽ ഇപ്പൊ കെട്ടിക്കോളാൻ പറഞ്ഞു. പിന്നെല്ലാം ഫാസ്റ്റ് ആയിരുന്നു. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞ എന്റെ ഉപദേശം അത് എങ്ങനെയെങ്കിലും ചവിട്ടി തള്ളി അങ്ങ് പോവാന്നുള്ള പരിപാടി. ചെറുക്കൻ കാനഡയിൽ തുള്ളി കളിക്കും. അതെ, നല്ല കാര്യം, വളരെ പെട്ടെന്നായിരുന്നു. നമ്മൾ കേൾക്കണ്ടായില്ല. അതിന് നിങ്ങൾക്ക് എന്തായാലും അതിനൊരു കോൺഫിഡൻസ് എലിസബത്തിനോട് പറഞ്ഞുകൊണ്ടാണ്. നീ സ്ട്രോങ് ആയിട്ട്, നമുക്ക് ഈ കാര്യത്തിൽ മുൻകൈ എടുക്കാൻ വലിയ പാടാണല്ലോ. പിന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങ് കൂടെ നിൽക്കാന്ന് പറയുന്നത്. മമ്മിക്ക് ഇവനെ കല്യാണം കഴിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോ ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഒരു പെങ്കൊച്ചിനെ കിട്ടൂലേ എന്ന് മമ്മി ചോദിക്കും. ഇത്രയൊക്കെ നടന്നല്ലേ, ഒരു പെങ്കൊച്ചിനെ കിട്ടൂലേ, ഏതായാലും കുഴപ്പമില്ല, ഏത് വിഭാഗമായാലും കുഴപ്പമില്ല, ക്രിസ്ത്യാനി ആയിരുന്നാ മതി എന്ന് പറയും. ക്രിസ്ത്യാനി ആയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞു. ക്രിസ്ത്യാനി ആയില്ലെങ്കിൽ കുഴപ്പമില്ല, ഏതെന്നെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും കിട്ടൂലെന്ന്. അപ്പൊ മാത്തു ഒരു പെണ്ണ് കിട്ടാത്തവനായിട്ടാണ്. അതായത് ഇപ്പൊ മൊത്തത്തിൽ നമ്മള് കേരളം ലഹരിയുടെ പുറകെയാണല്ലോ. ഞാൻ വളരെ കാര്യം ചോദിക്കുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മൊത്തത്തിൽ ആ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഇപ്പൊ അത് ടി വിയിലുള്ള ആളായാലും സീരിയലായാലും സിനിമ ആയാലും അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ വാർത്തയും കാര്യങ്ങളും ഒക്കെയാണ്. ബാക്കി ഒരു സൈഡിൽ കൂടെ വേറെയും പൊക്കലും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇത് തമ്മിലുള്ളൊരു കൊളാബറേഷൻ, അതായത് ഈ സിനിമാ ലഹരി ഇത്രയും വലിയൊരു സംഭവമാക്കേണ്ട കാര്യമാണോ, അല്ലെങ്കിൽ എന്താണ് ഇതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് പറയണം, അല്ലെങ്കിൽ പ്രതികരിക്കണം തോന്നിയിട്ടുണ്ടോ നിങ്ങൾ? ഇതിന്റെ ഒരു 50 വാർത്തകൾ വരുന്നതിൽ 49 വാർത്തകളും സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് മരുന്ന് പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ ഒരു വാർത്ത വരുന്നത് സിനിമാക്കാരുടെ ആയിരിക്കും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് 49 വാർത്തയ്ക്ക് നമുക്ക് പ്രസക്തി ഇല്ല. നമുക്കുള്ളത് ആ ഒരു വാർത്തയുടെ പ്രസക്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് മീഡിയയുടെ അറ്റൻഷൻ കിട്ടുന്നത് ആ ടൈപ്പ് സാധനങ്ങളിലായതുകൊണ്ട് തന്നെ മീഡിയ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ട്, സിനിമാക്കാരും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്റെ സ്കൂള് വിനീത് ശ്രീനിവാസിന്റെ സ്കൂളാണ്. ആ മൂപ്പര് ഉപ്പ് സോഡ കുടിക്കൂലാത്ത ആളാ. എല്ലാ ഫ്രെയിമിലും ഒരു പ്രാവനെ കൊണ്ടുവരുന്നു. അപ്പൊ മൂപ്പരും ഇവിടെ ഹിറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ നമുക്കൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സാധനം കൊണ്ട്, ഞാൻ എന്റെ ഫേമിന് പേരിട്ട് പോലും ഫയർഫ്ലൈ എന്നാ. അതിന്റെ റീസൺ പോലും നമുക്ക് പുറത്തുനിന്നല്ല അല്ലാത്ത ഒരു വെട്ടം, അതായത് പുറത്തുനിന്ന് ഈ തീ ഉണ്ടാവണമെങ്കിൽ എപ്പോഴും പുറത്തുനിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വരയണമല്ലോ. അങ്ങനെ അല്ലാതെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന വെട്ടം എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ബയോ ഇലുമിനേഷൻ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിലുള്ളതാ. അതെ, ഇപ്പൊ ഷാഫി സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, നീ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, നിനക്ക് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സാധനത്തിന്റെ ആവശ്യമില്ല. നീ ആർജിച്ചെടുത്തതും നിന്റെ മനസ്സിൽ തട്ടിയതുമായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നീ എഴുതുന്നതും നീ പ്രസന്റ് ചെയ്യുന്നതും ഒക്കെ. അതല്ലാതെ ഇത് ചെയ്തത് കൊണ്ട് എനിക്ക് നമ്മള് കൂടുതൽ ക്രിയേറ്റിവിറ്റി ഒന്നും വരാനില്ല. ഒരു സാധനം വരാനില്ല. നിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിനകത്തുള്ളത് ഒരു ഹൈ കിട്ടുന്നതൊക്കെ ഒരു താൽക്കാലികം മാത്രമാണ്. അതിനകത്തൊരു സന്തോഷം താൽക്കാലികം മാത്രമാണ്, പ്രത്യേകിച്ച് കെമിക്കൽ. അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ തീരുമാനിച്ചേക്കുന്ന കാര്യമാണ്. നമ്മൾ സിനിമ ചെയ്യുന്നുണ്ട്, നമ്മൾ യാത്രകൾ പോകുന്നുണ്ട്, ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒഴുകി വരും. പക്ഷെ നമുക്കൊരു ലിമിറ്റ് ഇട്ടും നമ്മൾ എന്ത് എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പ്രോപ്പറായിട്ട് അതല്ലാത്ത ഒരു പരിപാടിയും നമ്മൾ രണ്ടുപേരും ഇന്നേ വരെ ഈ ദിവസം വരെ നമ്മൾ തൊട്ടിട്ടില്ല. ഈ വേറൊരു പ്രധാന ഒരു സംഭവം ഉള്ളത്, ഈ മദ്യം
മദ്യം നമ്മുടെ നാട്ടിൽ ഏറ്റവും ഒരു വളരെ മോശമായിട്ടുള്ളൊരു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം, അവരുടെ ലഞ്ചിന്റെയും ഡിന്നറിന്റെയും കൂടെ നമ്മൾ ചായ കുടിക്കാന്ന് പറഞ്ഞു നമ്മൾ ചായ കുടിക്കാന്ന് പറയുന്നത് ഒരു ബിയറോ അല്ലെങ്കിൽ ഒരു വൈനോ അല്ലെങ്കിൽ ഒരു ലിക്കറോ അവർ അപ്പിറ്റൈസർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മളുടെ ഒരു സമൂഹം ഇതെന്തോ ഒരു നിഗൂഢ സാധനമാണെന്ന് ഇതാക്കിയിട്ട് ഓപ്പൺ ആയിട്ട് കച്ചവടം ചെയ്യുന്നില്ല. ഒരു സാധനം വാങ്ങിക്കാൻ വരുന്ന ആള് ശരിക്കും സർക്കാർ തന്നെ നിലനിൽക്കുന്നത് ആ ഒരു ബിവറേജ് കോർപ്പറേഷൻ ഉള്ളതുകൊണ്ടാണ്. മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്ന മെയിൻ റവന്യൂ എന്ന് പറയുന്നത് ഇതാണ് ലിക്കർ ഷോപ്പുകളാണ്, വിദേശ നിർമ്മിത മദ്യം വിൽപ്പന ഷോപ്പുകളാണ്. ഇത് ഒരു മനുഷ്യർക്ക് കയറാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഗുഹയ്ക്കുള്ളിലാണ് ഇത് കൊണ്ടുവയ്ക്കുന്നത്. എന്നിട്ട് ഒരു ടൗണിലേക്ക് പ്രീമിയം കൗണ്ടറുകൾ അല്ലാതെ എവിടെ പോയാലും ഇത് പൊതിഞ്ഞു കൊടുക്കാനുള്ള ഒരു എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഡ്യൂട്ടി ഫ്രീ എന്നാണ് വാങ്ങുന്നതെങ്കിൽ ഒരു കവറിലിട്ട് തരും. കറക്റ്റായിട്ടൊരു അതിൻ്റെ മുകളിലൊരു കവറിട്ട് ഒരു കവറിൽ തരും. പ്രസൻറ്റബിൾ ആയിട്ടുള്ള ആണ്. ഇന്നും നമ്മുടെ നാട്ടിൽ ലോകത്ത് എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ പ്രസൻറ്റബിൾ ആയിട്ട് അത് കൊണ്ടുപോകാൻ പറ്റും, നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഇത് കക്ഷത്തൊക്കെ വെച്ച് നമ്മൾ ഈ കുപ്പിയായിട്ട് പോകണം. അതെ, ഇത് ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്? അപ്പോൾ ഒരു യങ്സ്റ്റർ അവനൊന്നും എന്തെങ്കിലും ഒരു ബിയർ അടിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ എങ്ങനെ ഇവനിത് വാങ്ങാൻ പറ്റും? പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതായത് നമ്മളിപ്പോ ഒരു ബാറിലാണ് പോണെന്ന് വിചാരിക്കും, ആ ബാറിൽ 20-30 വയസ്സിന് താഴെയുള്ള ഒരൊറ്റ ആളെ കാണൂല. എല്ലാം തന്തവൈബുള്ള ആൾക്കാരായിരിക്കും ബാറിലുണ്ടാവുക. ഈ കുട്ടികൾ നമ്മൾ ഇപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പൊ ആലുവയിൽ നമുക്കൊരു ബിയർ പാർലർ ഉണ്ടാവും. ഈ ബിയർ പാർലറിലായിരിക്കും ഈ കോളേജിലെ കുട്ടികൾ മുഴുവൻ ഉണ്ടാവുക. അതായത് അവർ ആഘോഷിക്കാൻ വരുന്നത് മുഴുവൻ ഈ ബിയർ പാർലറിലായിരിക്കും. ഇപ്പൊ ആ ബിയർ പാർലറേ ഇല്ല. ഈ കുട്ടികൾ ഇപ്പോഴും ആഘോഷിക്കുന്നുണ്ട്. അവരപ്പോ എന്തിലാണ് ആഘോഷിക്കുന്നത്? മനസ്സിലായില്ല. നമ്മൾ അങ്ങനെ ഒരു കാരണം കൂടി ഉണ്ട്. ഇവിടുന്ന് മാറാൻ നടപടിയില്ല. കാരണം ഇവിടെ നിന്ന് നടപടി ആവില്ല. ഒരു ബാറിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ ഒക്കെ പ്രായമുള്ള ആൾക്കാരാണ് മൊത്തം ബാറിൽ വന്നിരിക്കുന്നത്. അവിടെയും അത് മാത്രമല്ല, ഒരു യങ്സ്റ്റർ ഒരാൾ ബാറിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവന്റെ ഇതിലേക്ക് ഒരു നോട്ടം വരും, അറ്റൻഷൻ. അല്ല, ഇതിന്റെ ഇതെന്ന് വെച്ചാൽ പിള്ളേർക്ക് ആർക്കിപ്പോ ബിയറോ ഇതൊന്നും വേണ്ട, അതിനൊരു സൗകര്യമില്ല. അത് പിള്ളേർക്ക് പേടിയില്ല. പണ്ട് ഇങ്ങനെ ഇറങ്ങിയുള്ള പരിപാടി ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. അതും ഒരു വലിയ പ്രശ്നമാണ്. ശരി, ഇനി ഇന്ദുചൂടന്റെ ഭാവി പദ്ധതി കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്താണ്, അതായത് നമ്മളിപ്പോ ഈ ഒരു സേഫ് സോണിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ ജീവിതമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൂടി പറഞ്ഞോളൂ. ആ കാഴ്ചപ്പാടിൽ ഇതും വരും. എന്നോട് പലരും ബിസിനസ് തുടങ്ങാനും കുക്കിംഗ് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഹോട്ടൽ തുടങ്ങാനൊക്കെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു ഡിഷ് തികഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് വെളി വരും, അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെസ് ഉണ്ട് ഈ മേഖലയിൽ. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ അത്രയും ഉത്തരവാദിത്തം എനിക്കിഷ്ടമല്ല. എനിക്ക് യാത്ര ചെയ്യാനാണ് കൂടുതൽ. അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് അവസരമുള്ള സമയത്ത് യാത്ര മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വപ്നം. ഇപ്പൊ റാഷിയൊക്കെ ഉള്ളത് കൊണ്ട് അത് കുറച്ചുകൂടെ ഈസിയായി നമ്മുടെ. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരുമിച്ചാണ് കൂടുതൽ യാത്രകൾ. മാധു പറ, എന്താണ് ഇപ്പൊ ഇനി അങ്ങോട്ടും ഈ പറഞ്ഞ പോലെ സിനിമ എന്തായാലും അതുകൊണ്ട്, പക്ഷെ എനിക്കൊരു 2027 ആകുമ്പോഴേക്കും ഞാൻ പതിയെ പടത്തിന്റെ പരിപാടിയിലേക്ക് കയറാനുള്ള പ്ലാൻ ഉണ്ട്. ഇപ്പൊ ഈ 2 വർഷം നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുന്നത്, ഇപ്പൊ എനിക്കൊന്ന് ഫാമിലി മൊത്തത്തിലൊന്ന് സെറ്റിൽ ആയോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ വൈഫ് പുറത്താണ്. അപ്പോൾ അവളെ നാട്ടിലേക്ക് കൊണ്ടുവരണോ, അതുണ്ടെങ്കിലും ഞാൻ നാട്ടിലേക്ക് അവളെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു പരിപാടി വേണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതല്ലാതെ ഒരു നല്ല ശമ്പളം കിട്ടുന്ന ഒരു സ്ഥലത്തുനിന്ന് എന്തിനാണ് നമ്മൾ നാട്ടിലേക്ക് വന്നത് എന്ന് നാളെ ഒരിക്കലും അവർ ചിന്തിക്കാൻ. അവിടെ എലിസബത്തിന്റെ ജോലിക്ക് കുറച്ചുകൂടെ റെസ്പെക്ട് ഉണ്ട് നാട്ടിലേക്കാൾ കൂടുതൽ. അതെ, ദുബായ്ക്കാരോട് ഫൈനലി. പിന്നെ ഗുണം എന്നറിയോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ജില്ലയാണ്. അതെ, അടിപൊളിയാണ്. ഇതെല്ലാവരും ഉള്ള ഒരു ജില്ലയാണ്. നമുക്ക് ഒരു എക്സ്ട്രാ ജില്ലയാണ് നമ്മുടെ 15ാമത്തെ കേരളത്തിന്റെ 15ാമത്തെ ജില്ലയാണ് ഗൾഫ് എന്ന് പറയുന്നത്. അപ്പൊ ആ സർവ്വ കൾച്ചറും ബ്ലെൻഡ് ചെയ്ത് എല്ലാ മനുഷ്യരെയും ഒറ്റ സ്ഥലത്ത് കാണാൻ പറ്റുന്ന ഒരു ഫെസ്റ്റിവൽ. ട്രാവൽ ഇനോഗ്രേഷൻ നമ്മളിപ്പോ സ്വപ്നം കാണുന്ന ഒരു കേരളമുണ്ട്. നേരത്തെ അങ്ങനെ ഒരു കേരളം ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്ന പോലും മോശമാണ്, എന്നാൽ പോലും എല്ലാ ആൾക്കാരും ഏകോദര സഹോദരങ്ങളെ പോലെ വാഴുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും സന്തോഷം. കല്ലു മാത്തു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാഗ് ലൈൻ, അത് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ അതിനോട് ഭയങ്കരമായിട്ട് റെസ്പെക്ട്ഫുൾ ആയിട്ട് ആ പേര് കൊണ്ട് നടക്കുന്ന രീതി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ആൻഡ് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇത്ര നേരം നമുക്ക് കിട്ടിയാലും ഭയങ്കര സന്തോഷം. ഷാഫിനെ നിങ്ങൾ എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഷാഫിനെ എന്താണെന്ന് വെച്ചാല് ഷാഫിയുടെ ഒരുവിധമുള്ള എല്ലാ അവസ്ഥകളിലൂടെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഷാഫി ഏറ്റവും ആദ്യം ഒരു ചെറിയ ചെക്കനായിട്ട് റെഡ് എഫ്എമ്മിലേക്ക് വരുന്ന കാലം മുതൽ പ്രായമുള്ള ചേട്ടൻ ഫുൾ സ്ലീവ് മടക്കി വെച്ച് ഫസ്റ്റ് വലിയ ഞാൻ ലൈവ് പോകുന്നത് ഫസ്റ്റ് അതെ മാത്തന്റെ കൂടിയാണ്. ഒരു ഏപ്രിൽ 1-നായിരുന്നു, കറക്റ്റ് ദിവസമായിരുന്നു അതിന് പറ്റിയ. അങ്ങനെ തുടങ്ങിയതാണ്. അന്ന് നമ്മൾ ഇവനെ കൊണ്ട് മിമിക്രി ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിപ്പിച്ചത്. ഏപ്രിൽ 1-ന് നമ്മള് ലിസണേഴ്സിന് ഒരു ചെറിയ ടാസ്ക് കൊടുത്തു. അതായത് ഇന്ദ്രജിത്ത് നമ്മുടെ വട്ടപ്പേര് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്ദ്രജിത്തായിട്ട് കുറെ നേരം അഭിനയിച്ചു. മാത്തുന് കുറെ മെസ്സേജ് വന്നു, ഇന്ദ്രജിത്തിനോട് ഹായ് പറ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേരൊക്കെ അടുത്ത് ഹായ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടാവില്ലായിരിക്കും, എന്തായാലും ഏപ്രിൽ 1-ാം തീയതി ഈ വെളുപ്പാങ്കാലത്ത് 7 മണിക്ക് ഇന്ദ്രജിത്ത് വന്നിട്ട് എന്റെ സ്റ്റുഡിയോയിൽ ഇരിക്കാൻ പോകുന്നില്ല. ഇന്ദ്രജിത്തായിട്ട് ഇരിക്കുന്നത് ഷാഫിയാണ്. അങ്ങനെയാണ് ഇവന്റെ ഷാഫി എന്ന് പറയുന്ന ആളുടെ ശബ്ദം ആദ്യമായിട്ട് റേഡിയോ. എനിക്ക് തോന്നുന്നു കലേശേട്ടൻ ഈ കഥകളിലൂടെയാണ് ആദ്യം കാണുന്നതിന് മുമ്പേ കഥകൾ അറിയാം. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം, അതിന്റെ ഒരു വൈബ് നമുക്ക് കിട്ടി. അപ്പോൾ കുറെ നാളായിട്ട് ഇവൻ ഒരു സ്വപ്നത്തിലാണ്. ഒരു 2-2.5 വർഷമായിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടു. ഞാൻ നല്ല വേഷം തരും. അപ്പൊ അവന്റെ ഷാഫിയുടെ സിനിമ യാഥാർത്ഥ്യമാവട്ടെ എന്നും നമ്മളൊക്കെ അതിനകത്ത് പാർട്ടാവട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അതാണ് അത് വരും. താങ്ക് യു സോ മച്ച്. ലവ് യു മാൻ.